തരൂരിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഈ തെരഞ്ഞെടുപ്പ് വിജയിക്കണമെന്നുണ്ടോ എന്നുള്ളതാണ് ആദ്യം നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം. പ്രവർത്തകരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ ഒട്ടും അയാൾ തയ്യാറാവുന്നില്ല എന്നുള്ളതൊരു വാസ്തവമാണ്. എല്ലാ സ്ഥലങ്ങളിലും ഞാൻ എൻ്റെ രാഷ്ട്രീയ അറിവ് വെച്ചിട്ട് ഇത്രയും കാലത്ത് പരിചയം വെച്ചിട്ട് പല ബൂത്തുകളിലും പല മേഖലകളിലും ഞാൻ ബന്ധപ്പെടുമ്പോൾ എന്നേക്കാൾ അസ്വസ്ഥരായി ഇനി വേറൊരു ഓപ്ഷൻ തിരഞ്ഞെടുക്കാൻ അവർക്ക് കഴിയാത്തതുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ മരണം വരെയും ഇങ്ങനെ തന്നെ തുറന്നു പോകാം, ഇത് കോൺഗ്രസ് നന്നാവില്ല എന്നുള്ളൊരു അജണ്ട ഉള്ളതുകൊണ്ട് ഇങ്ങനെ തുറന്നു പോട്ടെ എന്നുള്ളൊരു ആശയത്തിലാണ് ഒരുപാട് പേരുള്ളത്. പലരും ശശി തരൂർ മത്സരിക്കുന്നതുകൊണ്ട് തന്നെ കോൺഗ്രസ് അനുഭാവികൾ ഇലക്ഷന് പോകുന്നില്ല എന്നുള്ള തീരുമാനത്തിലാണ് എന്നാണ് എന്നോട് പലരും വിളിച്ചപ്പോൾ പറഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ പല മേഖലകളിലും പോയപ്പോൾ അറിയാൻ സാധിച്ചത് 3 കാലഘട്ടമായി അദ്ദേഹം ഇവിടെ മത്സരിക്കുമ്പോൾ PR ഏജൻസികൾ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. എനിക്ക് ചോദിക്കുവാനുള്ളത്, ഒരു പാറശാല അസംബ്ലിയുടെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റെയോ കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റെയോ പേര് ചോദിച്ചാൽ ശശി തരൂരിന് പറയാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇലക്ഷന്റെ ആ ഒരു പീരീഡ് കഴിഞ്ഞാൽ അദ്ദേഹത്തെ നമുക്കൊന്ന് കാണുവാനോ അദ്ദേഹത്തിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുവാനോ സാധിക്കില്ല. നല്ല കാര്യം ചെയ്തിട്ടുണ്ട്. 10 കൊല്ലം കൊണ്ട് 4 LED ബൾബ് വെച്ചിട്ടുണ്ട് എല്ലായിടത്തും. ചന്ദ്രശേഖരൻ എന്നുള്ള ഒരാളെ ആർക്കും അറിഞ്ഞുകൂടായിരുന്നു. പക്ഷെ ഇപ്പം ജനങ്ങൾക്കെല്ലാം മനസ്സിലാക്കി തുടങ്ങി.